മെന്റലിസ്റ്റ് ആദിച്ചേട്ടന്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ കോഴിക്കോട് പോയിരുന്നു. നാട്ടിൽ നിന്ന് രാവിലെ 6:45 ബസ് കയറിയിട്ട് കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ബസ്സിന് കയറിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തി ഒരു ഓട്ടവും പിടിച്ച് നേരെ ആശീർവാദ് ലോൺസിൽ. എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളന്ന് ഞാൻ പോലും അറിയാതെ എനിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തെന്ന്. ഇത്രയും പേര് രാവിലെ തൊട്ടേ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഷോന്റെ ഹൈപ്പ് മനസ്സിലാവും. ഉള്ളിൽ കയറിയ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ കുറച്ച് വീഡിയോസിൽ എടുത്തു വെച്ചു. എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെയാ പറഞ്ഞേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. ഒരു കപ്പിൾ അവരുടെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇടാൻ വെച്ച പേര് ആദിച്ചേട്ടൻ ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഗസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഗസ് ചെയ്ത് ശരിയായി. പിന്നെ എനിക്ക് ഷോക്ക്, എനിക്കെന്തോ ഹാർട്ട് റേറ്റിലും കൂടി എന്തെല്ലോ പോലെ ആയിപ്പോയി. ഇതൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോസാണ്. പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനേ തോന്നില്ല. പിന്നെ നിങ്ങൾക്ക് സമയം പോകുന്നതും മനസ്സിലാവും. എല്ലാം കഴിയുമ്പോൾ ഇതുപോലൊരു നീണ്ട ക്യൂ ഉണ്ടാവും, അദ്ദേഹത്തെ കാണാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ. പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനൊരു ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയതും ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ, ഉള്ളിൽ നമ്മൾ ആദ്യം എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതേ റേറ്റുള്ള കുറേ സീറ്റുകൾ റിസർവ്ഡ് ആയിട്ടുള്ളത്. അവർക്ക് നേരത്തെ എത്തേണ്ട, വൈകി വന്നാലും സീറ്റ് കിട്ടും. ആ ഒരു സിസ്റ്റം ശരിയില്ല. അങ്ങനെ 3 മണിക്കൂർ നീണ്ട ഷോ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അങ്ങനെ കണ്ണൂരിലേക്ക് തിരിച്ചു വന്നു. കൂട്ടിക്കൊണ്ടുപോയ ആൾ തന്ന ഗിഫ്റ്റും കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്.